വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ നിർണായക തെളിവുകൾ പുറത്ത്. മുഖ്യമന്ത്രി നജീബിന്റെ നേതൃത്വത്തിലുള്ള കല്ലട്ര മെഡിക്കൽ ടൂറിസം കമ്പനിയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയും തമ്മിലുള്ള കരാർ രേഖകളാണ് പുറത്തുവന്നത്. അവയവ ശസ്ത്രക്രിയയ്ക്ക് കമ്മീഷൻ നൽകുന്നതിലാണ് കരാർ. ഒരു രോഗിക്ക് 50,000 മുതൽ 1 ലക്ഷം വരെ നൽകാമെന്നാണ് കരാർ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, നേരത്തെ ഇ ഡി അടക്കം ഈ വിഷയത്തിൽ ഇഡിയുടെ റഡാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്, നമുക്കറിയാമത്. ഒപ്പം ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇഡിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇഡിക്ക് ലഭിച്ചിരുന്ന ഇഡിയുടെ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന രേഖയാണ്. അതായത് ഈ കരാർ രേഖ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇത്തരത്തിലൊരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇടനിലക്കാരനായിട്ടുള്ള നജീബിന്റെ കല്ലട്ര മെഡിക്കൽ ടൂറിസവും അതുപോലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയും തമ്മിലാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരു രോഗിയെ എത്തിച്ചാൽ അതിന് 50,000 രൂപയും, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരു രോഗിയെ എത്തിച്ചാൽ അത് 1 ലക്ഷം രൂപയും ഈ ഫെസിലിറ്റേറ്റർ പോലെ പ്രവർത്തിക്കുന്ന ആൾക്ക് നൽകണം എന്നുള്ളതാണ് കരാർ. അത് ഈ നജീബിന്റെ കമ്പനിയായ അതായത് നജീബ് കലക്ടറുടെ കമ്പനിയാണ് കല്ലട്ര മെഡിക്കൽ ടൂറിസം കമ്പനി. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാറാണ്. അതുമായി ചേർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറാണ്. ഈ കരാറിന്റെ വിശദാംശങ്ങളാണ് ഇഡി പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇഡിയുടെ അന്വേഷണത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ തേടുകയാണ്. അത് മാത്രമല്ല, സംസ്ഥാന സർക്കാർ തന്നെ ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമയ്ക്കലും അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപെടലുകളും അന്വേഷിക്കാൻ ഒരു പുതിയ സമിതിയെ തന്നെ രൂപീകരിച്ചതാണ്. അതായത് ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ, സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അത് അന്വേഷിക്കുന്നത്. നേരത്തെയും അങ്ങനെ ഈ അന്വേഷണം നടന്നു വരുന്ന ഇതിനിടയിലാണ് അന്വേഷണ സംഘത്തെ മാറ്റിക്കൊണ്ട് തന്നെ സുദർശൻ തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകും. അതിനിടയിലാണ് ഇഡി ഇത്തരത്തിലൊരു രേഖ പുറത്തുവിടുന്നത്. വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നജീബ് കല്ലട്ര ഉൾപ്പെടെയുള്ള പല ആളുകളുടെ പിന്നാലെയും ഇപ്പോഴും അന്വേഷണ ഏജൻസിയുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്ര വലിയ വെളിപ്പെടുത്തൽ നൽകുന്ന ഒരു രേഖയെ പുറത്തുവിട്ടുകൊണ്ട് ഇഡി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.